ഹായ് കൂട്ടുകാരെ, വീണ്ടും ഒരു ചേമ്പ് കറി വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. ഇന്ന് എൻ്റെ കൂടെ ചേമ്പ് കറിക്കാൻ മോളുടെ കൂട്ടുകാരി അകിക്കുട്ടിയുണ്ട്. അപ്പോൾ അമ്മ നനച്ച് നട്ട ചേമ്പ് കുറച്ച് ലേറ്റായിട്ടോ പറിക്കാൻ. അപ്പം ഞാൻ ഇത് ഇന്നാൾ വലിച്ചിട്ട് പൊക്കിയിട്ട് കിട്ടാഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോയ ചേമ്പാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് സ്വന്തം വലിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അപാര വിളവാണെന്ന് വിചാരിച്ചു. പക്ഷേ വിളവുണ്ടായിരുന്നു. എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിത്തുകളൊക്കെ വീണ്ടും വിത്തുകളാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം ഇത്തിരി ലേറ്റായിപ്പോയി പറിക്കാൻ. ഇതിത്തിരി ആദ്യം നട്ട ചേമ്പായിരുന്നു കേട്ടോ. പിന്നെ അമ്മ പറഞ്ഞു അപ്പുറമുണ്ട് അത് പിന്നെ നട്ട ചേമ്പ്, അതിനിപ്പോൾ പാകം മൂപ്പായിട്ടുണ്ടാവും, അത് പറിക്കാൻ പറഞ്ഞു. അതിപ്രകാരം ഞാൻ ആ ചേമ്പൊന്ന് പറിച്ചു നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഈ ആദ്യം പറിച്ച ചേമ്പിൻ്റെ വിത്തുകളൊക്കെ നേരെ ഞാൻ മഞ്ചേരിക്ക് കൊണ്ട് അവിടെ പോയിട്ടാണ് ഞാനും അമ്മയും ചേച്ചിയും കൂടി വേവിച്ച് തിന്നത് കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ഈ ചേമ്പ് പറിയും ആരംഭിച്ചു കേട്ടോ. അങ്ങനെ എനിക്ക് തന്നെ വലിക്കാൻ പറ്റാത്തതുകൊണ്ട് മോളും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വിധത്തിൽ വലിച്ചു പൊക്കിയിട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾക്ക് ആവശ്യത്തിന് മോള് പറഞ്ഞു മോക്കും ഭയങ്കര ഇഷ്ടമാണ് ചേമ്പ് പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ തോട്ടത്തിൽ കാന്താരി കണ്ടു വെച്ചിട്ടുണ്ട്, അത് പോയി പറിച്ചുകൊണ്ട് വരണം. ഇതൊന്ന് ഒരുക്കി അടുപ്പത്തും ആക്കണം. അപ്പം ഞങ്ങൾക്ക് എന്തായാലും 4 മണി കാപ്പിക്ക് ഒരു കടിയായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇതൊക്കെ നല്ലോണം ഒരുക്കി മുറ്റത്തടുപ്പി വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാകുമ്പോൾ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് അവിടെ തന്നെ ഇരുന്ന് വെട്ടി വേവിച്ച് നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ അല്ലേ. അങ്ങനെ ഞാൻ ഈ വിത്തുപ്പിയായിട്ട് നേരെ അടുപ്പിലേക്ക് വന്നു കേട്ടോ. നമ്മുടെ അടാറ് കലത്തിൽ ചൂടുവെള്ളം ആദ്യമേ എടുത്തു വെച്ചു. പക്ഷേ വെള്ളം തിളച്ചിട്ട് ഞാൻ ഒരുക്കി കഴിഞ്ഞില്ല കേട്ടോ. അപ്പം ഞാൻ ആ വെള്ളം വാങ്ങി വെച്ച് വീണ്ടും ഞാൻ വിത്തൊരുക്കൽ തുടങ്ങി കേട്ടോ. അങ്ങനെ എനിക്ക് മോക്കും മാത്രം അത്യാവശ്യം നല്ല വിത്തുകൾ നോക്കിയെടുത്തു. അത് തിളച്ച വെള്ളത്തിലിട്ടു. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. ആ സമയം ഞങ്ങൾ പോയി കാന്താരി മുളക് പറിക്കാൻ പോയി തോട്ടത്തിലിട്ടോ. സൂചി പോലത്തെ കാന്താരി മുളക് നല്ല എരിവുള്ളത് കേട്ടോ. ഇത് ഈ അമ്മിക്കല്ലേ വെച്ചരച്ച ടേസ്റ്റ് കൂടൂലേ. അങ്ങനെ ഉപ്പും ചുമന്നുള്ളിയും 2 ചുള വെളുത്തുള്ളി, ചേമ്പല്ലേ ഗ്യാസ് ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് എനിക്കിഷ്ടമാട്ടോ ഇങ്ങനെ. എന്നിട്ട് ഇതൊന്ന് അരച്ച് വാങ്ങി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് സൂപ്പർ ടേസ്റ്റി കേട്ടോ. അപ്പം അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. അങ്ങനെ അത് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാട്ടോ ഇളക്കിയത്. നല്ല എരിവ്, എൻ്റെ കൈയും പുകയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചൂട് ചേമ്പ് വാഴയിലേക്ക് വെട്ടിയിട്ട് ചൂട് ചായ ഉഷ്ണന് ശാന്തിയില്ലേ. അപ്പം കാന്താരി മുളകിൻ്റെ എരിവിനെ നമ്മൾ ചൂട് കൊണ്ട് തന്നെ ശമിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളിരുന്ന് ചായയും കട്ടൻ ചായയും ചേമ്പും ഒക്കെ രസം പറഞ്ഞ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇലവിത്തായ ചേമ്പ് കുറച്ചേ എടുത്തുള്ളൂ, അതിനൊരു വേറൊരു ടേസ്റ്റ് കേട്ടോ. പിന്നെ നല്ല പൊടി നൂറുള്ള നല്ല ചേമ്പ്. അപ്പം എനിക്ക് മോള് വെച്ച് തന്നു. ഞാൻ മോക്ക് നല്ലോണം എരിഞ്ഞു കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു ചൂടിയായ കുടിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.